വിശുദ്ധവാരം നമുക്കറിയാവുന്നതുപോലെ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുസ്മരണവും ആചരണവും ആഘോഷവുമൊക്കെയാണ്. ഏറ്റവും വിശുദ്ധമായ ഒരു വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ഈ ദൈവിക രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് എല്ലാവരുടെയും മനസ്സിനെ ആർദ്രമാക്കുന്നുണ്ട്. കാരണം ഈ പീഡാനുഭവം കുരിശുമരണവും അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും അനുസ്മരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നും ആഴമായ തീവ്രമായ ആ അനുഭവത്തിൽ നിന്നും കൂടുതൽ തീക്ഷ്ണമായിട്ട് സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ, ചേർത്ത് പിടിക്കാനൊക്കെ കഴിയണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുന്നത്. ഈ ലൂർദ് പള്ളിയിൽ ഈ ദിവസങ്ങളിൽ ഓശാന തിരുനാൾ മുതൽ ആരംഭിച്ചു ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള ഇപ്പം ഈ 3 ദിവസങ്ങളിലെ ധ്യാനം, വാർഷിക ധ്യാനം കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുതാപ കൂദാശ, കുമ്പസാരം എന്നുള്ള കൂദാശയ്ക്ക് ജനം മുഴുവൻ വാസ്തവത്തിൽ ഇവിടെയുള്ള ഓഫീസിലുള്ളവരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവരും അനുതാപ കൂദാശയ്ക്കായിട്ട് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആർദ്രമാകുന്ന, ഹൃദയം അലിവുള്ളതാകുന്ന ഒരു വലിയ സമയം കൂടിയാണിത്. ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും ഇവിടേക്ക് വരുന്നവർക്കുമെല്ലാം ഒരനുഭവമാണ് വാസ്തവത്തിൽ സിദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് കരുതുന്നത്. അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കുരിശിൻ്റെ വഴിയായിട്ട് ഇവിടെ വരുന്നു. അതോടൊപ്പം തന്നെ ആരാധനകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് കുരിശിൻ്റെ വഴിയും നടത്തിയും പ്രാർത്ഥിച്ചും ഒക്കെ ദിവസങ്ങൾ വാസ്തവത്തിൽ ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കുന്ന, തീക്ഷ്ണമായിട്ട് ചെലവഴിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഇതൊന്നും പീഡാനുഭവം, കുരിശുമരണം, സഹനം, ക്ലേശങ്ങൾ, രോഗങ്ങൾ, മരണം ഒന്നും ഒരു ഒടുക്കമല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കടന്നു വരുന്നത്, ഉത്ഥാനം കടന്നു വരുന്നത്. അത് എന്നും എല്ലായ്പ്പോഴും എല്ലാവർക്കും പ്രത്യാശയാണ്. ഒരു സഹനവും ഒരു വേദനയും ഒരു ക്ലേശവും ഒരു തകർച്ചയും ഒന്നും ഒരിക്കലും ഒരു ഒടുക്കമല്ല. അതെല്ലാം നിത്യജീവനിലേക്ക് നയിക്കുന്ന, ഉയർപ്പിലേക്ക് നയിക്കുന്ന, ഉത്ഥാനത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളാണ്. അതിൽ നിന്ന് ഉത്ഥാനമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തരുന്നു. അത് നിരന്തരമായ, അനന്തമായ, അപ്രാപ്യമായിട്ടുള്ള വലിയ ഒരു പ്രത്യാശയാണ് നമുക്ക് തരുന്നത്. ആ പ്രത്യാശയിലേക്കാണ് ഈ ദിവസങ്ങളെല്ലാം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. എല്ലാ ആശംസകളും വിശുദ്ധവാരത്തിൻ്റെ ഞാൻ തേരുകയാണ്. എല്ലാവരെയും അനുധാവനം ചെയ്തുകൊണ്ട്, പിഞ്ചെന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട് എന്നുള്ളതുമാണ് ഈ വേളയിൽ ഓർപ്പിക്കാനായിട്ടുള്ളത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.